ഇന്ത്യ പാക് സംഘർഷം അതിരൂക്ഷമായതോടുകൂടി രാജ്യത്തുടനീളം വല്ലാത്തൊരു പിരിമുറുക്കം തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എപ്പോൾ ഒരു തുറന്ന യുദ്ധമുണ്ടാകും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പരസ്പരമുള്ള ഒരു തുറന്ന സൈനിക നടപടിയിലേക്ക് കടക്കുമോ എന്ന തരത്തിലുള്ള വലിയ ആശങ്ക രാജ്യത്തുടനീളം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഒരു യുദ്ധം, തുറന്ന യുദ്ധം ഒരു രാജ്യത്തിനും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് അവിടെ വലിയ തരത്തിലുള്ള ആൾനാശത്തിനും സാമ്പത്തിക നഷ്ടത്തിനും അസ്ഥിരതയ്ക്കും അരക്ഷിതാവസ്ഥയ്ക്കുമൊക്കെ തന്നെയാണ് ഒരു യുദ്ധം കാരണമാവുക. പക്ഷേ നോക്കൂ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള യുദ്ധത്തിനുള്ള മുറവിളികൾ അത് സോഷ്യൽ മീഡിയകളിലും അതിന് പുറത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPM നേതാവായ M. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഒരു യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒരു യുദ്ധം ഒരു രാജ്യത്തിന് വരുത്തുന്ന നഷ്ടങ്ങളെക്കുറിച്ചുമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് M. സ്വരാജ് ഇട്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഒരു യുദ്ധം ഒരിക്കലും ഒരു ഗുണം ചെയ്യില്ല, അത് ആദ്യം തോൽപ്പിക്കുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെയാണ് എന്നാണ് അദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ പോസ്റ്റിൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ, വിമർശനങ്ങളൊക്കെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുള്ള കടുത്ത ആക്രമണം M. സ്വരാജിന് നേരെ ഉയർന്നു വരികയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ വീണ്ടും M. സ്വരാജ് അതിനൊക്കെ ഒരു മറുപടി എന്നോണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഈ M. സ്വരാജ് ഇപ്പോൾ ഫേസ്ബുക്കിലിട്ട ആ പോസ്റ്റ് അത് എത്രത്തോളം പ്രസക്തമാണ് ജനസ്? അദ്ദേഹം ഇന്നലെ ഇട്ട പോസ്റ്റ്, യുദ്ധവിരുദ്ധ പോസ്റ്റ്, ഇന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് തിരുത്തലൊന്നും വരുത്തിയിട്ടില്ല, പിൻവലിച്ചിട്ടില്ല, കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CPM എന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഈ ഓപ്പറേഷൻ സിന്ദൂറിനോട് സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ആ ഓപ്പറേഷൻ സിന്ദൂറിന് CPM പോളിറ്റ് ബ്യൂറോ പിന്തുണയ്ക്കുകയും അതേസമയം അത്തരത്തിൽ ഇന്ത്യ നടത്തിയ എന്താ പറയുക, സൂക്ഷ്മമായ ഇടപെടൽ, അതായത് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചുകൊണ്ട് സിവിലിയന്മാരെയോ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയോ ആക്രമിക്കാതെ നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെടുന്നൊരു കാര്യം ഡിപ്ലോമാറ്റിക് വാതിലുകൾ എപ്പോഴും തുറന്നിടുക, യുദ്ധത്തിലേക്ക് പോകാതെ അത് പ്രശ്നപരിഹാരം നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക, ഭീകരതയെ തുരത്താൻ പാകിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുക. ഇതാണ് CPM പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്ത ഭാഗമെന്ന് പറയുന്നത്. അതിനപ്പുറം അത് കുറേ കൂടി വിശദമായി ഒരു മാർക്സിയൻ പരിപ്രേക്ഷ്യത്തിൽ വിശദീകരിക്കുക മാത്രമാണ് ഇന്നലെ സ്വരാജ് ചെയ്തത്. മാർക്സിസ്റ്റ് വീക്ഷണപ്രകാരം എല്ലാ യുദ്ധങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം യുദ്ധം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും വികസന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ ലെനിനെ സംബന്ധിച്ച് ലെനിൻ അതിനെ കുറേ കൂടി വിശദീകരിച്ചിട്ടുണ്ട്. ചില യുദ്ധങ്ങൾ അനിവാര്യവും നീതിപൂർവവുമായ യുദ്ധങ്ങൾ അനിവാര്യമാണെന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനിയിൽ ഹിറ്റ്ലർ വംശഹത്യ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ വംശഹത്യ അവസാനിപ്പിച്ച് അവസാനം ഹിറ്റ്ലർ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്ത് പോകേണ്ടി വന്നതും ഒരു യുദ്ധത്തിലൂടെയാണ്. ആ യുദ്ധം നടത്തിയത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ആ യുദ്ധത്തെക്കുറിച്ച് സ്വരാജ് വിശദീകരിക്കുന്നുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ യുദ്ധം നടത്തിയിട്ട് ജർമ്മനി പിടിച്ചെടുത്ത് പിന്നെ അങ്ങോട്ട് പോവുകയല്ല ചെയ്തത്, ലോകം മുഴുവൻ കിടക്കാൻ പോവുകയല്ല ചെയ്തത്. അവിടെ ഒരു അനിവാര്യമായ അനീതി നടക്കുമ്പോൾ ആ നീതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തെയാണ് ഒരു ജസ്റ്റ് വാർ എന്ന് പറയാവുന്ന നീതിപൂർവമായൊരു യുദ്ധം എന്നാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മാർക്സിസ്റ്റ് പാർട്ടികൾ യുദ്ധത്തിനെതിരാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജനതാല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, അധ്വാനവർഗത്തിനെതിരാണ് എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഏത് മുതലാളിത്ത ഭരണകൂടങ്ങളും യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നാണ് മാർക്സിയ നിലപാട്. അപ്പോൾ പല കാരണങ്ങളാൽ യുദ്ധത്തിനെതിരാണ് ഒരു മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള റിട്ടാലിയേഷൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ റിട്ടാലിയേഷൻ ഒരു യുദ്ധമായി CPM കാണുന്നില്ല. അതിനൊരു ജസ്റ്റ് വാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മറുപടി ആക്രമണമായിട്ടോ മാത്രമേ കാണുന്നുള്ളൂ CPM. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തെ പിന്തുണച്ചു CPM പോളിറ്റ് ബ്യൂറോ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പൊതുവേ ഉണ്ടാകുന്നൊരു നാഷണൽ മൂഡുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ ഒരു തിരിച്ചടി അനിവാര്യമാണെന്നുള്ള ജനങ്ങളുടെ ഒരു വികാരത്തോടൊപ്പം നിൽക്കുകയാണ് CPM അവിടെ ചെയ്യുന്നത്. അതിനർത്ഥം CPM ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നോ ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവവികാസം ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകണമെന്നോ CPM ആഗ്രഹിക്കുന്നു എന്നല്ല. പക്ഷേ സ്വരാജിൻ്റെ വിശദീകരണം, ഇന്നലത്തെ പോസ്റ്റ്, അതൊരു മാർക്സിയൻ പരിപ്രേക്ഷ്യത്തിൽ യുദ്ധത്തോടുള്ള സമീപനം എന്താണ്? ഒരു യുദ്ധവും ആർക്കും ഒന്നും നേടിക്കൊടുക്കുന്നില്ല, ഒരു യുദ്ധവും നല്ലതിൽ അവസാനിക്കുന്നില്ല. യുദ്ധം കണ്ണീരും രക്തവും വിയർപ്പും പൊടിയും മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ളൂ, നാശങ്ങൾ മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ള ഒരു വിശാല മാനവിക കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്. അതിന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ഉൾപ്പെടെ അല്ലാത്തവരും ഉൾപ്പെടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തെന്ന രീതിയിലാണ് സ്വരാജിനെ ആക്രമിക്കുന്നത്. അതിൽ എനിക്ക് സവിശേഷമായി ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രതികരണം, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ
ആ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഒക്ടോബർ 7 ഹമാസിന് ആക്രമണത്തെ സ്വരാജ് പിന്തുണയ്ക്കുന്നു, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ആക്രമിക്കുന്നതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതും ഇതിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, ഈ വിശദീകരണത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് നാഷൻ സ്റ്റേറ്റ്സ് ആണ്. അവർ തമ്മിലുള്ള തർക്കങ്ങളാണ് ആ യുദ്ധത്തിലേക്ക് പോകുന്നത്. മറ്റതങ്ങനെയല്ല. ഒരു രാജ്യമില്ലാത്ത ജനത ഒരു മൈറ്റി ഒപ്രസീവ് സ്റ്റേറ്റിനോട്, ഒരു അധിനിവേശ ശക്തിയോട് നടത്തുന്ന സമരമാണ്. അതിനെ അദ്ദേഹം ഈ പോസ്റ്റിലും അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും സമീകരിച്ചുകൊണ്ട് ഇതെന്തോ പ്രത്യേക താല്പര്യത്തിലുള്ള ആ യുദ്ധത്തെ അനുകൂലിക്കുന്നു, ഇതിനെ എതിർക്കുന്നു എന്ന രീതിയിൽ സ്വരാജിൻ്റെ നേരത്തെയുള്ള നിലപാടിനെ, സ്വയം പ്രഖ്യാപിത ആ യുദ്ധവിരുദ്ധ നിലപാടിനെയും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിനെയും പരിഹസിക്കാൻ ചിലർ തുനിയുന്നുണ്ട്. ഇത് ഒരുതരം വക്രീകരിക്കലാണ്. കാര്യങ്ങളെ വക്രീകരിച്ച് സ്വരാജിനെ ആക്രമിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ നിലപാടും ഈ നിലവിലെ സംഭവവികാസങ്ങളുടെ പോളിറ്റ് ബ്യൂറോയുടെ നിലപാടും സ്വരാജിൻ്റെ യുദ്ധവിരുദ്ധ നിലപാടും ചേർന്ന് പോകുന്നത് തന്നെയാണ്. അത് മാർക്സിയൻ നിലപാട് തന്നെയാണ്. CPM പോലുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടി ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. യെസ്, നിഷാദ്, എങ്ങനെയാണ് സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പലരുടെയും അതൃപ്തിക്ക് കാരണമായത്? ഒന്നാമത് എനിക്ക് സ്വരാജിനെ കുറിച്ച് പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ദേശീയ ഉന്മാദത്തിൻ്റെ കാടിളകി വരുന്ന കാലത്തും അയാൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അഭിപ്രായം പറയും എന്നത് സവിശേഷതയാണ്. എല്ലാവർക്കും അത് പറയാനുള്ള ഭയപ്പാടുണ്ടാവും. പക്ഷേ ആ ഭയപ്പാട് തീരെയില്ലാതെ എന്താണോ ഇടതുപക്ഷ മാർക്സിയൻ കാഴ്ചപ്പാട്, ലോകവീക്ഷണം, അത് പങ്കുവയ്ക്കാൻ മടിക്കാത്ത ഒരാൾ. അതുകൊണ്ടാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ സമകാലിക ഇന്ത്യയിൽ ഇതുപോലെയല്ലാതെ മറ്റൊരു വിധി വരുമോ നിഷ്കളങ്കരെ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. ഹമാസിൻ്റെ പ്രത്യാക്രമണ സമയത്ത് 7.5 പതിറ്റാണ്ട് കാലമായിട്ടുണ്ടാകുന്ന അതിക്രമത്തിനെതിരെ ഹമാസ് നടത്തുന്ന ഒരു പ്രത്യാക്രമണത്തെ ഭീകരവാദമായിട്ട് പലരും ചിത്രീകരിക്കും. ചില CPM നേതാക്കൾ പോലും ചിത്രീകരിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന രാഷ്ട്രീയ വീക്ഷണവും ഇടതുപക്ഷ കാഴ്ചപ്പാടും മുന്നോട്ട് വെക്കാൻ അയാൾക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും ഉന്മാദ ദേശീയത, ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തെ അല്ല അയാൾ തള്ളി പറയുന്നത്. ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തെ അല്ല, അതേ ചൊല്ലി ഉണ്ടാകുന്ന ഒരു യുദ്ധാവേശം, ഒരു ഉന്മാദ ദേശീയത, അത് നല്ലതിനല്ല എന്നാണ് അയാൾ പറയുന്നത്. അത് ശരിയായ കാര്യമാണ്. ലോകത്ത് സാമാന്യ ബോധമുള്ള മനുഷ്യരെല്ലാം ആ നിലപാടിൻ്റെ കൂടെയാണ്. കാരണം എന്താണ്, 1-ാം ലോകമഹായുദ്ധം 16 മില്യൺ ആൾക്കാരെയാണ് കൊന്നത്. 10-20 മില്യൺ ആൾക്കാർ ജീവിതമില്ലാത്തവരായി പോയി. എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു. യുദ്ധം നമ്മളെ തകർക്കും. നേരത്തെ അജിംസ് പറഞ്ഞല്ലേ, 100 കണക്കിന് 1000 യുദ്ധത്തിൻ്റെ ഡെൻസിറ്റി പോലെ ഇരിക്കും. 1000 ആൾക്കാരെ കൊല്ലും, നമ്മുടെ വീടുകളില്ലാതാക്കും, നമ്മളെ അംഗപരിമിതരാക്കും, നമുക്ക് ജീവിക്കാനൊന്നും ഇല്ലാതാക്കും, സാമ്പത്തികമായി തകർക്കും, നമ്മുടെ പരിസ്ഥിതിയെ തകർക്കും, നമ്മുടെ സകലതിനെയും തകർക്കും, നമ്മളെ ഇമോഷണലി ആൻഡ് മെൻ്റലി പോലും യുദ്ധം ഇല്ലാതാക്കും. യുദ്ധം ഒന്നും നേടിത്തരില്ല. വിനാശമല്ലാതെ യുദ്ധം ഒന്നും തരില്ല. അതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ അത് ഉയർത്തി പറയാൻ എപ്പോഴും ബാധ്യതപ്പെട്ട ഇടതുപക്ഷ മൂല്യം, അതിനെ വെച്ചുകൊണ്ടാണ് സ്വരാജ് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് അയാളെ വേട്ടയാടുകയാണ്, ഇന്ത്യ വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ അയാൾ അതിന് മറുപടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെങ്ങാനും എന്നെ പിന്തുണച്ചേക്കുമോ എന്ന ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നു, അതുണ്ടായിരുന്നില്ലല്ലോ എന്ന്. അയാൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോസ്റ്റിൻ്റെ ഉദ്ദേശം ഇടതുപക്ഷ നാട്യക്കാരായ ചിലർ, അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്, ഇടതുപക്ഷ നാട്യക്കാരായ ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ന പേരിലും മറ്റുമൊക്കെ ആയിട്ട് പലതരം സംഗതികൾ ഫേസ്ബുക്കിലും മറ്റും എഴുതി വിടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇസ്രായേലിനെയാണ് പിന്തുണയ്ക്കേണ്ടത്, ഹമാസിനെ അല്ല എന്ന് പറയുന്ന ആൾക്കാർ. നമ്മൾ ഈ വെള്ളം യുദ്ധോപകരണമാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി നമ്മൾ പ്രഷർ ചെയ്യണം ഈ വെള്ളം കൊടുക്കാതെ. പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവരാണോ? പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും ഇന്ത്യയെ തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ? ഇന്ത്യയിലും പാകിസ്ഥാനിലും എത്ര മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിട്ടുണ്ട്, എത്ര ബന്ധമുള്ളവരുണ്ട്. അപ്പോൾ ആ നിരപരാധികളായ മനുഷ്യരുണ്ടെങ്കിൽ അവരെയും കൂടി വെള്ളം കൊടുക്കാതെ ശ്വാസം മുട്ടിക്കണം. എന്നിട്ട് അവരെ കൊണ്ട് പ്രഷറൈസ് ചെയ്ത് എന്ത് ചെയ്യണം, പാകിസ്ഥാൻ്റെ പോളിസി തിരുത്തിക്കണം. പാകിസ്ഥാൻ്റെ ആഭ്യന്തര ശൈഥില്യാവസ്ഥ അറിയാവുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുന്ന ഒരു അഭിപ്രായമാണ് അത് ടെക്നിക്കലി. മറിച്ച് യുദ്ധം എന്ന ആശയത്തിന് ലെഫ്റ്റിസ്റ്റുകളെതിരാണ്. ചില ആളുകൾ ലെഫ്റ്റിസ്റ്റുകളാണെന്ന് അവകാശപ്പെടുന്നവർ, അവർ ലെഫ്റ്റിസ്റ്റുകളല്ല എന്ന് പൂച്ചു പുറത്തു വരുന്ന സംദർഭമാണിത്. കാരണം യുദ്ധത്തിൻ്റെ ഒരു അതിദേശീയതയെ പിന്തുണയ്ക്കാന്ന് വെച്ചാൽ അവരുടെ പൊളിറ്റിക്സ് വേറെയാണെന്ന് അതിൻ്റെ അർത്ഥം. മനുഷ്യ നിരപരാധികളെ ആക്രമിച്ചും സമ്മർദ്ദം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വേറെ തരം സ്വഭാവമുള്ള, വേറെ തരം കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. അത് നമുക്ക് അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരക്കാർ മനസ്സിലാക്കിയിരിക്കാൻ ഒരു കാര്യം സ്വരാജ് പറയാണ്. സ്വരാജിനെ പോലെ ബോധ്യമുള്ള ഒരു മനുഷ്യനെ തിരുത്താൻ ഇമാതിരി ജിങ്കോയിസും കൊണ്ട് നടക്കില്ല. അവരോട് നിങ്ങൾ തിരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എടുത്തു കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്ന സംഗതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ ചില ആൾ ഭയപ്പെടാതിരിക്കുന്നു എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ അയാളെ എന്താ പറയുന്നത്, ഏതോ പ്രത്യേക രാഷ്ട്രീയത്തിന് വഴിപ്പെട്ട ആളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ. വേറെ ചില ആളുകളുണ്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘികൾക്ക് കുറേ ചീത്ത വിളിക്കാൻ ഇന്നലെ ഡോഗ് വിസിൽ വിളിച്ച് കൊടുക്കുന്നത് കണ്ടു. ആരെ? സ്വരാജിനെ.
രാഷ്ട്രസ്നേഹമില്ല. പിന്നെ TP ചന്ദ്രസേനൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മെഷറിൽ നിൽക്കുമ്പോൾ ഇത് പറയാൻ കഴിയുമോ? അബിൻ വർക്കി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രോമിസിംഗ് ആണ് നമ്മൾ വിചാരിക്കപ്പെട്ട ഒരാൾ, അയാളും CPM-ന് രാഷ്ട്രസ്നേഹമില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രസ്നേഹമില്ല എന്ന് പറയാണ്. യുദ്ധം അപകടമാണെന്ന് നോക്കൂ. 16 പേര് മരിച്ചു നമ്മുടെ സഹോദരങ്ങൾ ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം. നമുക്ക് എല്ലാവർക്കും അവരുടെ പേര് പോലും അറിയില്ല. എത്ര 3, 4, 5 കുഞ്ഞുങ്ങളും 3 സ്ത്രീകളും അടക്കം 16 പേർ മരിച്ചു. ഇനിയും മരിക്കുമെന്നുള്ള ആശങ്കയിൽ അതിർത്തിയിലെ മനുഷ്യർ ജീവിക്കുകയാണ്. അവർക്കാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുക. അപ്പോൾ ഈ ആവേശത്തിന് കൂട്ടുകൂടുന്ന ആളുകൾ, സ്വരാജ് പറഞ്ഞ പോലെ അല്ല, യുദ്ധം വേണമെന്നാണോ അബിൻ വർക്കിയുടെയും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്? അപ്പം ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ കൂടെ കയ്യടി കിട്ടാൻ വേണമെങ്കിൽ ആർക്കും ആരെയും ഇട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ പരിഹാസ്യമായ നിലപാട്, അപക്വമായ നിലപാട്, ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെൻസിറ്റിയും ആഴമില്ലാത്ത നിലപാടാണ് ഈ പറഞ്ഞ യുവ നേതാക്കളൊക്കെയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സ്വരാജിനെ ഭയപ്പെടുത്താനോ തിരുത്താനോ ഒന്നും ഇവരുടെ ഈ ചീപ്പ് നമ്പർ കൊണ്ട് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ കുറച്ചൊരു ക്ലാരിറ്റി ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉറക്കെ പറയുന്ന നേതാക്കൾ ചിലെങ്കിലും അവശേഷിക്കുന്നത് ശുഭകരമാണ്. യുദ്ധം ആരുമായിട്ടായാലും, നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ടാണല്ലോ നമ്മുടെ പ്രശ്നം, നാളെ ചൈനയുമായിട്ടായാലും നല്ലതല്ല, നമുക്കും നല്ലതല്ല, ചൈനയ്ക്കും നല്ലതല്ല. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധവും നമ്മൾ സങ്കടങ്ങൾ മാത്രമേ കാണൂ. നമ്മൾ യുക്രൈനിൽ കാണുന്നില്ല, എത്രയോ കുഞ്ഞുങ്ങളുടെ മരണം കാണുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാണുന്നില്ലേ? അത് നമുക്ക് സങ്കടമല്ലാതെ സന്തോഷമല്ല ഉണ്ടാക്കുന്നുള്ളൂ. യുദ്ധം നമ്മുടെ വീണ്ടും വീണ്ടും അയാൾ പറഞ്ഞ മാതിരി ആവർത്തിക്കുന്നു. മുറ്റത്ത് വന്ന് ബോംബ് വീഴുമ്പോഴല്ലാതെ നമുക്ക് മര്യാദക്കതിനെക്കുറിച്ച് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഈ ആവേശത്തിൻ്റെ കാലത്തും സത്യം പറയുന്ന മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രത്യാശ. യെസ്, അതാണ്. അനിവാര്യമായ യുദ്ധം ഉണ്ടാകാറുണ്ട്, പക്ഷേ ഒരു യുദ്ധവും ഒരു രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് ഗുണം ചെയ്യാറില്ല. പലതരത്തിലുള്ള അനന്തരഫലങ്ങൾ ആ യുദ്ധം സമ്മാനിക്കാറുമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു തുറന്ന യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ.